ഭരണകൂടത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒരാൾ പെട്ടുകഴിഞ്ഞാൽ, ഭരണകൂടത്തിൻ്റെ അനിഷ്ടത്തിന് ഒരാൾ പാത്രമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ ദില്ലിയിലെ സമാദരണീയനായ ഈ പത്രപ്രവർത്തകനെതിരെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ പലവിധ കുറ്റങ്ങൾ ചുമത്തുന്നു. 2021 തന്നെ സാമ്പത്തിക ക്രമക്കേടൊക്കെ ആരോപിച്ച് അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങും എവിടെയും എത്തുന്നില്ല. ഈ അറസ്റ്റിന് തൊട്ട് മുമ്പ് ന്യൂയോർക്ക് ടൈംസിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയാണ്. US ശതകോടീശ്വരനായ നെബില്ലെ റോയ് സിംഗാമിന് ഇദ്ദേഹവുമായി ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന്. അന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ റെയ്ഡ് ഭൂകമ്പം അത് ഈ നാട്ടിൽ അരങ്ങേറിയത്. അതേ തുടർന്ന് അതിന് പിന്നാലെ BJPയുടെ MP നിഷികാന്ത് ദുബെ പാർലമെന്റിൽ ഇതൊരു വലിയ പ്രശ്നമായി ഉയർത്തുന്നു. അതിനും പിന്നാലെയാണ് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിനെ വിധ്വംസക പ്രവർത്തനം മുതൽ എത്രയോ കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കുറ്റം അദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്നു. കൃത്രിമമായി ഇന്ത്യയുടെ ഭൂപടം മറ്റൊരു തരത്തിൽ രചിക്കാനുള്ള ഒരു കൊട്ടേഷൻ അദ്ദേഹം ചൈനയിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ വളരെ വിചിത്രമായി ജനങ്ങൾ ഇന്ന് നമ്മളിത് അറിയേണ്ടതാണ്, കർഷക സമരം നീട്ടിക്കൊണ്ടുപോയി ജനങ്ങളിൽ ദുരിതമുണ്ടാക്കാൻ ശ്രമിച്ചു. കർഷക സമരത്തെക്കുറിച്ച് ഇന്ത്യ ഏറ്റവും അധികം ശ്രദ്ധിച്ച റിപ്പോർട്ടുകൾ കൊടുത്ത ഒരു മാധ്യമത്തിന് മോദി ഭരണകൂടം ചാർത്തിക്കൊടുക്കുന്ന കുറ്റകൃത്യമാണ്. കർഷക സമരം നീട്ടിക്കൊണ്ടുപോയി. ആരാണ് നീട്ടിക്കൊണ്ടുപോയത്? ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കാമായിരുന്നില്ലേ ഈ ഭരണാധികാരികൾക്ക് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കർഷക സമരം നീട്ടിക്കൊണ്ടുപോയി ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കാൻ ശ്രമിച്ചു. സർക്കാരിൻ്റെ കോവിഡ് നിയന്ത്രണത്തെ, ലോകം മുഴുവൻ ഉറ്റുനോക്കിയ കോവിഡ് നിയന്ത്രണമായിരുന്നല്ലോ മോദി ഇവിടെ നടപ്പാക്കിയത്. ആ കോവിഡ് നിയന്ത്രണത്തെ തെറ്റായ പ്രചാരണങ്ങളിലൂടെ തകർക്കാൻ ശ്രമിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ പീപ്പിൾ അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന സംഘടനയുമായി ചേർന്ന് പുരകായസ്ഥ ഗൂഢാലോചന നടത്തി എന്നൊക്കെയുള്ള വലിയ കുറ്റങ്ങളാണ്. നമുക്ക് കേട്ടാലറിയാം ഇതിനൊക്കെ പിറകെയുള്ളത് ചില വാർത്തകളാണ്. വാർത്തകളുടെ പേരിൽ ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ കുറ്റം ചുമത്തി അദ്ദേഹത്തിനെതിരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുപ്രസിദ്ധമായ UAPA നിയമം ചുമത്തി ജയിലിലടച്ചു. പുരകായസ്ഥ വിചാരിച്ചെങ്കിൽ ഇത് ദീർഘകാലം ജയിലിൽ അടയ്ക്കപ്പെടും എന്ന് വിചാരിച്ചെങ്കിൽ ഒരു തെറ്റും അതിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിചാരം അസ്ഥാനത്താക്കിക്കൊണ്ട് നിയമം അതിൽ ഇടപെട്ടിരിക്കുന്നു, നീതി അതിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഇത്.